കുറച്ച് ബാക്കിലോട്ട് കപ്പടിക്കുന്ന ആരാന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇതിന്റെ ചാൻസ് ഉണ്ട്, ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്, ആർക്കാന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി ബാക്കിലോട്ട് മാറി, എനിക്ക് ബാക്കിലോട്ട് എന്തായാലും നിൽക്കാൻ സ്ഥലമില്ല. കുറച്ചിങ്ങനെ ഷോർട്സും അത് കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല. റീൽസ് ഒക്കെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ റീ എൻട്രിയുടെ ഒക്കെ കണ്ടായിരുന്നു. മൊത്തത്തിൽ കണ്ടിട്ടില്ല, റീൽസ് ആണ് കണ്ടിരിക്കുന്നത്, എൻ്റെ മൊത്തം കണ്ടിട്ടില്ല. പ്രണയമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അത് എനിക്കില്ല ജെന്യുവനാവുന്നേ. അവസാന നിമിഷത്തില് സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് അനീഷ് ചെയ്തൊരു പരിപാടിയാണ് ഈ പ്രണയം. അവരുടെ ഗെയിമിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, ഓരോരുത്തർ സ്വന്തം ഗെയിം കാണത്തില്ല. അത് ഞാൻ പറഞ്ഞത് പ്രണയമാണെന്ന് എനിക്ക് അറിയത്തില്ല, ഗെയിമിന്റെ ഭാഗമായിരിക്കാം, പറയാൻ പറ്റില്ല. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരെ ഉണ്ടായിട്ടില്ല, സബുമാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ലക്ഷ്മി ബിഗ് ബോസ് നടത്തിയ പല സ്റ്റേറ്റ്മെന്റും അപ്പോൾ അത് പുറത്തിറങ്ങിയ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇല്ല, തോന്നിയില്ല. നാട്ടിലോ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് ഇല്ല സംഭവിച്ചു? ഓക്കെ അല്ലേ? ലക്ഷ്മി, എന്താണ് ഒന്നീലിന്റെ കേസ് എന്തായി? ഡിഫോമേഷൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നതൊക്കെ പറഞ്ഞു. എനിക്കിതിലൊന്നും വന്നിട്ടില്ല. ഒനില് പറഞ്ഞാലേ അതെനിക്കറിയില്ല. ഒനില് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, ഞാനിതുവരെ അതിന് കാര്യമായിട്ടൊന്നും ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല. കേസിന്റെ പേപ്പേഴ്സ് ഒന്നും എനിക്കിതുവരെയും വെക്കിയിട്ടില്ല. ഒനില് സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ദേഷ്യം കളഞ്ഞോട്ടെ എന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ അടുത്ത് എത്ര ദേഷ്യം ഉണ്ടോ അത് പറഞ്ഞു തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് ഞാനിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതാ പറഞ്ഞേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ സോറി പറഞ്ഞു, ആൾക്ക് എത്ര ദേഷ്യമുണ്ടോ അത് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാ ഞാൻ പറഞ്ഞു, എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ഒനിലിൻ്റെ ദേഷ്യം ഒന്നിൽ തീർത്തോട്ടെ, എത്രയാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എൻ്റെ തെറ്റ് ഞാൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം തീരുന്നതിന് വരെയുള്ളൂ. അത് ലീഗലി പോവുകയാണെങ്കിലും ഇരുന്ന് പറഞ്ഞു തീർക്കാനാണെങ്കിലും ആൾ തീർത്തോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ പറയുന്നത്. അവിടെ ഒരാളല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടേതായ ഒരു പ്രഷർ കാണും. അനുമോള് മാത്രം ഞാൻ പറയുന്നില്ല, അവിടെ ഉള്ളവരെ തന്നെ അനുമോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആവുമ്പോഴായിരിക്കുമല്ലോ അങ്ങനെ വരുന്നത്. നടത്തിയവർ പോലും അനുമോളെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. ഞാൻ അവിടെ ഇവിടെയും കണ്ടു. ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ളൊരു രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ കാണും. എൻട്രി ചെയ്തവർക്കാണെങ്കിലും പറയാൻ കാണും. അവരെല്ലാവരും പറയുന്നുണ്ട്, അവരുടെ ഇഷ്ടം. ഏതാ? ഈ PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ, ഒരാളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത്. ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിലും ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ PR കൊടുത്തേക്കാം. തെറ്റോ ശരിയോ എന്നുള്ളത്. അപ്പോൾ അനുമോൾ അത് കറക്റ്റായിട്ട് PR മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിൽക്കുന്നത്. ഇത്രയും നാളോടെ നിൽക്കാനുള്ള ഗെയിം കണ്ടന്റ് എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിൽക്കുന്നത്. ഒരാളെ മാത്രമായിട്ട് ആൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം. ഒരാളെ മാത്രം അനുമോളിലെ PR മാത്രം എടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ്. തെറ്റല്ല. ഞാൻ പെയ്ഡ് PR കൊടുത്തിട്ടില്ല. PR എന്ന് പറഞ്ഞാൽ എന്താണ്? ശോഭ പറഞ്ഞതാണോ? ശോഭയാണ് എൻ്റെ കൂടെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം PR-ൻ്റെ ടീമിൻ്റെ അടുത്തെത്തി എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശോഭയോട് ചോദിക്കണം. കാരണം എന്നെക്കാളും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ PR തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പെയ്ഡ് PR ആകുമ്പോഴത്തേക്കുമാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ 24/7 ലൈവ് കാണുന്നവർ കുറവാണല്ലോ. അപ്പോൾ അതിനകത്ത് അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തായാലും വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണോ എത്തിക്കേണ്ടത്, പബ്ലിക് റിലേഷൻ ആണത്. അല്ലാതെ അതിനകത്ത് മോശം സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് മറിക്കുന്ന പരിപാടി, ബോട്ടിൽ ഇങ്ങനെ 1 ലക്ഷം വോട്ട് മറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് PR.
പക്ഷേ PR പലരും യൂസ് ചെയ്യുന്നത് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഈ സീസൺ ആദ്യമായിട്ടൊന്നും അല്ല PR കൊടുക്കുന്നതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാവുന്നവർ അങ്ങനെ യൂസ് ചെയ്യും. അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. PR കാരണമാണ് ഔട്ടായി പോകുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റന്റ്. നമ്മുടെ ഗെയിം നമ്മുടെ കയ്യിലാണ്, കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ്. അത് PR കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും പോകുന്ന പ്ലാനിങ് ഒക്കെ നടത്തിയായിരുന്നു. വലിയ പ്ലാനിങ് നടത്തില്ല. എന്നാലും നമ്മൾ ഔട്ടായിട്ട് പോവുകയാണ്. തിരിച്ചങ്ങോട്ട് ഉള്ള സമയം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഫിനാലയും കഴിഞ്ഞിട്ട് വരാനായിട്ട് അവിടെ നിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോവാം. അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ് ഒന്നും നടത്താൻ. ഗെയിം ഓവറാണ്. എവിക്റ്റ് ആയ കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഗെയിം ഓവറാണ്. ഉള്ളവർ അവിടെ നന്നായിട്ട് കളിക്കാനുള്ളൊരു സാഹചര്യം നമ്മളവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാറില്ല. അവരുടെ ഗെയിം നമ്മൾ കൊളവാക്കാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.